ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും കലഹങ്ങളുണ്ടാവുക അല്ലേ? നമ്മൾ പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ അല്ലേ, അച്ഛനമ്മമാർ തമ്മിൽ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാൽ അതിന് വേണ്ട തക്കതായ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളോ മിത്രാദികളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ തമ്മിൽ അല്ലേ ഒരു സ്വരച്ചേർച്ചയില്ലാതിരിക്കുക, ആ കുടുംബത്തിൽ ഐക്യം എന്ന് പറഞ്ഞതില്ലാതിരിക്കുക. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് ഐക്യമില്ലാത്തത്? അന്വേഷിച്ച് ചെന്നാലോ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പല പല സന്ദർഭങ്ങളും ഉണ്ടാവും അല്ലേ? ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കുക, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അല്ലേ? മക്കളോട് അനാവശ്യമായി കയർത്ത് സംസാരിക്കുക, മക്കൾ തിരിച്ചും ഇങ്ങോട്ട് കയർത്ത് സംസാരിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടിരിക്കുക, ഐക്യം ഇല്ലാണ്ടിരിക്കുക അല്ലേ? അങ്ങനെയൊക്കെയുള്ള കുടുംബത്തിൽ എന്താ ചെയ്യുക? പലരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നേരെ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവും അല്ലേ? എന്താ ചെയ്യേണ്ടത് പ്രതിവിധി അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടേ. അതിനേക്കാളൊക്കെ ഉപരി വേണ്ടത് എന്താണ്? നമുക്ക് ശിവപാർവതി അനുഗ്രഹമാണ് വേണ്ടത് അല്ലേ? ശിവഭഗവാന്റെയും ശക്തി സ്വരൂപിണിയായ ശക്തിഭാവമായ പാർവതീദേവിയുടെയും അനുഗ്രഹമാണ് നമുക്ക് വേണ്ടതേ. നമ്മളെന്താ പറയുക, ലോകത്തിൻ്റെ മാതാവും പിതാവുമാണ് ശിവഭഗവാനും ശ്രീ പാർവതീദേവിയും. അങ്ങനെയാണല്ലോ നമ്മൾ പറയുക അല്ലേ? ലോക മാതാപിതാ എന്നാണ് നമ്മൾ വിളിക്കുക ശിവഭഗവാനെയും പാർവതീദേവിയെയും അല്ലേ? അപ്പോൾ ലോകത്തിൻ്റെ എല്ലാം മാതാവും പിതാവുമായ അവരുടെ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടതേ. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അറിയാലോ അല്ലേ? നമ്മൾ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ഒരാൾ പോലും പ്രാർത്ഥിച്ചാൽ ആ കുടുംബം മുഴുവൻ ഐശ്വര്യം കിട്ടുന്ന, കലഹങ്ങൾ ഒഴിവാകുന്ന, ദുരിതങ്ങൾ ഒഴിവാകുന്ന, ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാകുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഇതിന് അർദ്ധനാരീശ്വര മന്ത്രം എന്നും ശിവപാർവതി മന്ത്രം എന്നൊക്കെ പറയും കേട്ടോ. ഇത് നമ്മൾ ദിവസവും വീട്ടിൽ ഒരാളെങ്കിലും ഒരു വട്ടെങ്കിലും ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ ഹേമാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിലേ. ഞാൻ ഈ മന്ത്രം ഒന്ന് ജപിക്കാം, നിങ്ങളും അത് കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് ഒന്ന് നിത്യവും ജപിച്ചു നോക്കൂ. ആ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് വളരെ ഹേമായിരിക്കും. ഓം അർദ്ധനാരീശ്വരായ നമഃ. ഓം ശിവശക്തി ഐക്യസ്വരൂപായ നമഃ. ഓം ജഗദ്ധ വിധാരൗരേ വന്ദേ പാർവതി പരമേശ്വരോ. ഓം അമ്മയപ്പനേ നമഃ. ഓം അന്നപൂർണേശ്വരേ നമഃ. ഓം അർദ്ധനാരീശ്വരായ നമഃ. ഓം ശിവശക്തി ഐക്യസ്വരൂപായ നമഃ. ഓം ജഗദ വിധാരൗരേ വന്ദേ പാർവതി പരമേശ്വരൗ. ഓം അമ്മയപ്പനേ നമഃ. ഓം അന്നപൂർണേശ്വരേ നമഃ. ഓം അർദ്ധനാരീശ്വരായ നമഃ. ഓം ശിവശക്തി ഐക്യസ്വരൂപായ നമഃ. ഓം ജഗദ വിധാരൗരേ വന്ദേ പാർവതി പരമേശ്വരോ. ഓം അമ്മയപ്പനേ നമഃ. ഓം അന്നപൂർണേശ്വരേ നമഃ. ഈ നാമജപമാണ് കേട്ടോ. നിങ്ങൾ നിത്യവും ജപിക്കുക. വീട്ടിലെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ, കൂട്ടുകുടുംബത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും അല്ലെങ്കിൽ മക്കളായിട്ടും ഒക്കെ നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുക, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, ഇതിനൊക്കെ വേണ്ടി ജപിക്കേണ്ട ഒരു നാമജപമാണ് കേട്ടോ അത്.